ടെലി സ്ക്വയറിൻ്റെ പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മുരിങ്ങയില. മുരിങ്ങയില എന്ന് പറയുന്നത് വളരെയധികം പോഷക സമൃദ്ധമായ ഒരു ഇലയാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യം തന്നെ പറയാം, മുരിങ്ങയില കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അല്പം ഒന്നും കഴിച്ചാൽ പോരാ, ഒരു 150 ഗ്രാമെങ്കിലും കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, കടുക് വേണം, നല്ല ജീരകം, മഞ്ഞൾ, വെളിച്ചെണ്ണ, സവോള, ഉപ്പ്. പിന്നെ തേങ്ങാപ്പീര. ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ളത്. പിന്നെ വേണ്ടത്, അതിന് മുരിങ്ങയില തനിയെ വെക്കുമ്പോൾ ഒരു പ്രത്യേകത, അതിനൊരു വേറൊരു ചുവയുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ഇത്തിരി പരിപ്പ് ചേർക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് എണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതൊന്ന് ചെറിയ ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേനും പച്ചമുളകും സവോളയും കൂടെ അരിഞ്ഞത്. അപ്പോൾ പരിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? പരിപ്പ് നമ്മൾ വേറെ വേവിക്കണം. അത് പ്രത്യേകം ഒരു കാര്യം ഓർക്കണം. പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കരുത്. നമ്മളത് സാധാരണ ഒരു പാത്രത്തിൽ വേണം വേവിക്കാനായിട്ട്. അതിന് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. എന്തുകൊണ്ടാണ് കുക്കറിൽ വേവിക്കരുതെന്ന് പറഞ്ഞത്? ചിലപ്പം വേവ് നമുക്ക് കൂടിപ്പോയിട്ട് അത് വെള്ളമായിട്ട് അലുത്ത് പോകും. അപ്പോൾ നമ്മൾ അല്ലാതെയാണെങ്കിൽ നമുക്ക് വേവ് നോക്കിയെടുക്കാൻ പറ്റും. ഒത്തിരി വെന്ത് ഇതായി പോകാൻ പാടില്ല. അപ്പം കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ. നോക്കൂ. അതിന് ശേഷം നമ്മളത് ബ്രൗൺ നിറമായി കഴിയുമ്പോഴേക്കും ഇലയിട്ട് കൊടുക്കുന്നു. അത് ഒറ്റയടിക്ക് ഇലയിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്കത് ഇളക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ജസ്റ്റ് കണ്ടോ, ഇത് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് തീരെ കുറയും. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചെറിയ തണ്ടുകളൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് വെന്ത് പൊയ്ക്കോളും. പിന്നെ മുരിങ്ങയില എടുക്കുമ്പോൾ വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചെട്ടിയാൻ വിലയൊക്കെ കാണും. അതൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. കണ്ടോ, അത് ചുരുങ്ങുന്നുണ്ടോ? എന്നിട്ട് നമുക്കിനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മാടിക്കഴിയുമ്പോഴേക്കും ഒത്തിരി പാടണ്ട, ജസ്റ്റ് അതൊന്ന് അമുങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ള ഇലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇളക്കുമ്പോഴേക്കും തെറിച്ച് പോകാതിരിക്കാനായിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പറയാം, അല്പമായിട്ടൊന്നും ഇല കഴിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ഒരു 150 ഗ്രാമെങ്കിലും നമ്മൾ കഴിക്കണം. എന്നാലേ ആ ഇലയുടെ ഗുണം കിട്ടത്തുള്ളൂ. കണ്ടോ, ദൂരെ ഇല എടുത്താൽ നോക്കി, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. നന്നായിട്ട് ഇത് വാടട്ടെ. ഇനി നമുക്ക് അതിനോട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേനും ഇല പെട്ടെന്ന് വാടിക്കിട്ടും. ഉപ്പിൻ്റെ പ്രത്യേകത ഇതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി വിഷാംശങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, നല്ല ജീരകത്തിൻ്റെ പൊടി, എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ കൂടെ ഇതൊന്നും ചതയ്ക്കുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോകും. അപ്പോൾ നമുക്ക് തേങ്ങ ചതയ്ക്കാതെ ഇടുന്നതാണ് നല്ലത്. ഈ പൊടികളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് വാടുന്നതിനിടയ്ക്ക്. ഇനി തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇളക്കണം വീണ്ടും.
തേങ്ങ നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കണം. ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നത് നമ്മൾക്ക് ഇതിന് ചേർത്തത്. ഒരു 1/4 കിലോയോളം ഇല ഉണ്ടായിരുന്നു. പക്ഷെ അത് വാടി വന്നപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം പരിപ്പ് 100 ഗ്രാം പരിപ്പ് ചേർത്താൽ മതിയാവും. നമ്മുടെ പരിപ്പ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കണ്ടോ, പരിപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെയൊക്കെ നോക്കണം. പിന്നെ പരിപ്പിൻ്റെ വേവെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അമുങ്ങണം, അളിഞ്ഞു പോകാൻ പാടില്ല. വേറെ വേറെ തന്നെ കിടക്കണം, പക്ഷേ വേഗണം. കയ്യിൽ പിടിച്ച് നിൽക്കുമ്പം അത് ഞെങ്ങണം പെട്ടെന്ന് തന്നെ. അതാണ് അതിൻ്റെ പരുവം. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. നമുക്കിനി ഇത് നമ്മുടെ മുരിങ്ങയിലയുടെ കൂടെ ഒന്ന് ചേർക്കാം. മുരിങ്ങയില തന്നെ വയ്ക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ എന്തെങ്കിലും ചേർത്ത് വയ്ക്കുന്നത് നല്ല. പരിപ്പാണ് അതിന് ഏറ്റവും യോജിച്ചത്. കാരണം മുരിങ്ങയിലേക്ക് ഒരു ചെറിയ കയ്പ്പ് തോന്നും. ഇപ്പോൾ പരിപ്പാകുമ്പോൾ അതിനൊരു ചെറിയ മധുരമുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്കുമൊക്കെ കഴിക്കാനായിട്ട് തോന്നും. നന്നായി ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാം ഒരുമിച്ച് ചേർത്തുള്ളൂ. നമ്മൾ നേരത്തെ പരിപ്പിനും അല്പം ഉപ്പിട്ടാണ് വേവിച്ചത് കേട്ടോ. നമ്മൾ ചെറിയൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവും. കാരണം എന്താ വെച്ചാൽ ഈ മുരിങ്ങയില കണ്ടോ കട്ട കട്ടയായിട്ട് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് ഈ പരിപ്പും തേങ്ങാപ്പീരയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആകാനായിട്ട് ചെറിയൊരു ഫോർക്ക് കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കിക്കോണം ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. ഒരു അല്പം വെള്ളം തിളച്ച് കൊടുക്കാമേ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. കണ്ടോ, ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടത് യോജിക്കും. അല്ലെങ്കിൽ ഇല ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. നല്ലതാണ്, വളരെ പോഷക സമൃദ്ധമാണ്. പരിപ്പായാലും ശരി, മുരിങ്ങയില ആയാലും ശരി. ഇനി അതിനകത്ത് നല്ല ഗ്യാസൊക്കെ ഉണ്ടെങ്കിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് നല്ല ജീരകം നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല ജീരകം ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. വലിയൊരു ചെറിയ ടേസ്റ്റും ഉണ്ട്, എന്നാലും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ല ജീരകം വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ കണ്ടോ തോരൻ റെഡിയായി. കണ്ടല്ലോ, കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, അതുപോലെ ടേസ്റ്റുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിഭവം ഇത് തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ സ്ക്രീനിൽ കാണുന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.